അങ്ങനെ നമ്മുടെ അടുത്ത ടാസ്കിൻ്റെ പ്രമോ വന്നിട്ടുണ്ട്. ഉല്ലാസയാത്ര എന്നാണ് ടാസ്കിൻ്റെ പേര്. ഒരു വലിയൊരു വണ്ടി, ഒരു കാർ അവിടെ ഇരിപ്പുണ്ട്. അവിടെ എല്ലാ ആൾക്കാരും നിരന്ന് അവിടെ നിൽപ്പുണ്ട്. എന്താണ് ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുന്നത്തെ ബിഗ് ബോസിലും ഉണ്ടായിരുന്ന ഒരു ടാസ്ക്കാണിത്. ആ ഒരു ബസ് അടിക്കുന്ന ടൈമിൽ എല്ലാവരും കൂടി ഓടി ആ വണ്ടിയിൽ കയറുക. ആ വണ്ടിയിൽ കയറി എത്രയും പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒന്നും ആ വണ്ടിയിലില്ല. പക്ഷേ എല്ലാവരും വണ്ടിക്കകത്ത് കയറി ഇരിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഇരിക്കാത്തവർ ഔട്ടാവും. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് കഴിയുമ്പം ആ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ നേരം കഴിയുമ്പോൾ ശ്വാസം മുട്ടും, ഫ്രസ്ട്രേഷൻ എടുക്കും, ബുദ്ധിമുട്ടുകൾ വരും, ആകപ്പാട് ഇറിറ്റേഷൻ എടുക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് ബുദ്ധിമുട്ടെടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങും, ചൂടെടുക്കും. അപ്പം എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ കയറി ഇരിപ്പുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ അനീഷേട്ടനും നൂറയും അതേപോലെ ആര്യനുമാണ്. ബാക്കിൽ അക്ബർ, അതേപോലെ നെവീന്, നമ്മുടെ അനുമോള്, ആദിലയുടെ മടിയിലാണെന്ന് തോന്നുന്നു അനുമോൾ ഇരിക്കുന്നത്. ആദ്യം ബസ് അടിക്കുന്ന സമയത്ത് നമ്മുടെ അക്ബറിന് ഓടാൻ പറ്റിയില്ല. ബിക്കോസ് എല്ലാവരും ആദ്യം തന്നെ പെട്ടെന്ന് ഓടി. അപ്പോൾ അക്ബർ എന്തോ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇവർ എല്ലാവരോടും ഓടിപ്പോന്നു എന്നുള്ള രീതിയിൽ. അതെന്താണെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്. നെവിൻ അവിടെ കിടന്ന് അലറി വിളിക്കുന്നത് കാണാം. കതക് തുറന്നിട്ട് ആരുടെയോ കാല് പുറത്തോട്ട് വരുന്നതും കാണാം. നൂറയും അനീഷേട്ടനും അതേപോലെ നമ്മുടെ ആര്യനും ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. എന്നാലും നൂറ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. പുറകിൽ ആദിലെ അനുമോളും കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. അനീഷേട്ടൻ കുറച്ച് കംഫർട്ടബിളായിട്ടിരുന്നത്. കാരണം അനീഷേട്ടൻ രണ്ടാമത് വന്ന് കയറിയതാണ്. നൂറ കയറി കഴിഞ്ഞിട്ടാണ് കയറിയത്. അപ്പോൾ നൂറയെ കുറച്ച് തള്ളിയിട്ടാണ് അനീഷേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ ഇറങ്ങും, ആരൊക്കെ ഇരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ അപ്ഡേഷനുമായിട്ട് നമുക്ക് പിന്നെ കാണാം. എന്തായാലും ലൈവിൽ വന്നിട്ടില്ല, വരുന്നതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.